ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡീകോക്കിനൊക്കെ ഞാൻ ഔട്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ മോഹിനിയാട്ടം പൂണ്ടി രാജന അതെ നോക്കണം, പ്രായമായി തുടങ്ങി. അത് അറിയിച്ചതാണ് കേട്ടോ നിങ്ങളെല്ലാവരും. പ്രായമായത് വല്ല എന്തോ ഇല്ല, ഇതെങ്കിലും നിങ്ങൾ അടിച്ചോട്ടെ വിചാരിച്ചു. എന്താ ചെയ്യാ, സന്ത വൈബിന്റെ പിന്നെ സൈനത്തയുടെ അപകടം കാര്യം എന്നുള്ളത് നിർത്തിയ പോലെയാണ്. വെൽക്കം ബാക്ക് ടു സൈത്തൂൻ സർവറ. ഇന്നത്തെ നമ്മുടെ അതിഥി സാഫ് ബോയ്. നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. ഓ താങ്ക് യു സോ മച്ച്. നിങ്ങളെ സ്റ്റൈലിൽ പറയണോ എൻ്റെ സ്റ്റൈലിൽ പറയണോ? നിങ്ങളെ കംഫർട്ടബിൾ ആയ സ്റ്റൈൽ പറഞ്ഞാൽ മതി. ഞാൻ പിന്നെ ആദ്യമൊക്കെ വിചാരിച്ച് നിങ്ങളെ പേര് വിളിക്കുമ്പോൾ സാഫ് ബോയ് നമ്മളെല്ലാവരുടെയും ഇൻസ്റ്റാഗ്രാം ഹാൻഡിലായാലും എവിടെ എല്ലാ സോഷ്യൽ മീഡിയയിലും അത് തന്നെയാണ് കാണുന്നത്. പിന്നെയാണ് ഞാൻ അടുത്ത പേര് സഫ്വാൻ എന്ന് ഞാനിപ്പോൾ അടുത്താണ് ശരിക്കും പറഞ്ഞത്. എല്ലാവരും കംഫർട്ടിലേക്ക് ആയതാണ് സാഫ് ബോയ്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആക്ടർ ഇപ്പോഴാണ്. അതിൻ്റെ മുന്നേ ഒരു പഴയ കാലം ഉണ്ടായിരുന്നു. പഴയ കാലം എന്ന് വെച്ചാൽ അപ്പം തന്നെ എല്ലാവരും പോലും സൈനീത്തല്ലേ നമുക്കറിയാം. അതുമല്ല, അതിൻ്റെ മുന്നേ ഒരു ക്രിക്കറ്റ് കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് സ്കൂൾ തൊട്ടേ നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. കുറേ ഉണ്ട് പറയാൻ അല്ലേ? നമുക്ക് അത് ഇന്നിവിടെ പറയാം. കുറച്ചൊക്കെ എക്സ്ക്ലൂസിവിറ്റി ഉണ്ട് അതിൽ. അത് ഞാൻ ഇപ്പോഴാണ് ഒരു 1.5 വർഷമായിട്ടാണ് സിനിമയിൽ ആക്ടർ എന്നുള്ള ഒരു സാധനത്തിലേക്ക് വന്നത്. അതിന് മുന്നേ 1 വർഷത്തോളം യൂട്യൂബർ, ഇൻസ്റ്റാഗ്രാം വീഡിയോ ക്രിയേറ്റർ എന്നുള്ളൊരു ടാഗ്ലൈനാണ്. അതിൻ്റെ മുന്നേ ആണ് നമ്മുടെ ശരിക്കും എന്താ പറയുക ലൈഫ് തുടങ്ങിയത്. 8ാം ക്ലാസ് തൊട്ട് ഞാൻ ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. വീട്ടിൽ നിന്ന് മാറി നിന്ന് അക്കാഡമീസിൽ എറണാകുളത്തും ട്രിവാൻഡ്രത്തൊക്കെ സ്റ്റേ ചെയ്ത് ക്രിക്കറ്റ് മാത്രം ഫുൾ ടൈം. നമുക്ക് കയ്യിൽ ഫോൺ തരില്ല. സാറ്റർഡേ ഒരു ദിവസം മാത്രം നൈറ്റ് 1 hour ഫോൺ ചെയ്യാൻ തരും. ബാക്കി കംപ്ലീറ്റ് ഫോക്കസ് ക്രിക്കറ്റിൽ കിട്ടണം എന്ന് പറഞ്ഞിട്ട് 8ാം ക്ലാസ്സിൽ വീട് വിട്ട് ഇറങ്ങിയതാണ് ഞാൻ. പിന്നെ ഞാൻ തിരിച്ച് കയറുന്നത് ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടാണ്. കോവിഡ് വന്നു, മൊത്തം പ്ലാനുകളൊക്കെ മാറി കംപ്ലീറ്റ്. പക്ഷേ ഈ ക്രിക്കറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും കേരള ടീമിലും ഉണ്ടായിട്ടില്ലേ? അതെ, ഞാൻ 4 പ്രാവശ്യം കേരള ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഏത്? അണ്ടർ 16, അണ്ടർ 14, അണ്ടർ 19. ഓ, ആ സമയത്ത് ആരൊക്കെ ഒരുമിച്ച് കളിക്കാനുണ്ടായിരുന്നു? ഒരുമിച്ച് ഞാൻ ഇപ്പോഴത്തെ താരങ്ങളാരെങ്കിലും? പിന്നെ ഇപ്പൊ സഞ്ജു ചേട്ടൻ്റെ കൂടെയാണ് നമ്മളവിടെ ട്രിവാൻഡ്രത്ത് പ്രാക്ടീസ് ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാവർക്കും സഞ്ജു സാംസൺ ആണ്, പക്ഷെ നമുക്ക് ചേട്ടനാണ്. അതെ, അപ്പോൾ അങ്ങനെ ക്രിക്കറ്റ് മാത്രമായിരുന്നു. രാവിലെ എഴുതിയൊക്കെ പ്രാക്ടീസ് ചെയ്യുക, ക്രിക്കറ്റ് കളിക്കുക, സ്കൂളിൽ പോവുക, വരിക. അവിടെ ഞാൻ ഇപ്പോൾ ട്രിവാൻഡ്രത്തായിരുന്നു, സെൻറ്റ് മേരീസ് പട്ടത്തായിരുന്നു 9ാം ക്ലാസ്. തിരിച്ച് ഈവനിങ് വരുന്നു, നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നു, കിടന്നുറങ്ങുന്നു, രാവിലെ ഇത് തന്നെയായിരുന്നു റുട്ടീൻ. 9, 10, 11, 12 ഡിഗ്രി 3 വർഷം അങ്ങനെ ഇത് തന്നെയായിരുന്നു നമ്മുടെ ലൈഫിൽ നമ്മൾ ആകെ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ കുറേ കാലം കഴിഞ്ഞാൽ IPL-ഉം രഞ്ജി ട്രോഫിയൊക്കെ ആയിട്ട് ഇതായിരിക്കും നമ്മുടെ ലൈഫ് എന്നാണ് കുറേ കാലം വിചാരിച്ചത്. അതാണ് പറഞ്ഞത്, കോവിഡ് വന്നു, എല്ലാം മാറിപ്പോയി. അപ്പോൾ നിങ്ങൾ ശരിക്കും ആ ഒരു സമയത്ത് കോവിഡിൻ്റെ മുന്നേ നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾ ഒരു ക്രിക്കറ്റർ അതായിരുന്നു എംബിഷ്യസ്? അത് നിങ്ങളുടെ എംബിഷൻ അത് തന്നെയായിരുന്നു? പിന്നെ വേറെ ഒന്നും അറിയില്ല. കാരണം നമ്മളൊരു ഗോളൊക്കെ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു 10ാം ക്ലാസ് ഒക്കെ കഴിയുമ്പോഴാണല്ലോ എനിക്ക് ഇതാവണം. പക്ഷേ ഞാൻ 7ാം ക്ലാസ് 8ാം ക്ലാസ് ആയപ്പോൾ തന്നെ ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ട് അങ്ങ് പോയി. ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോയി. വീട്ടിൽ നിന്ന് നമ്മൾ അത്രയും ഇപ്പം ആലോചിക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, 8ാം ക്ലാസ്സിൽ നിന്നൊക്കെ ഒരു പയ്യൻ വീട് വിട്ട് ഇറങ്ങാന്ന് പറഞ്ഞാൽ അത്രയും ചെറിയ പ്രായമാണ് നമുക്ക്. അപ്പം ഞാൻ അത്രയും ചെറിയ പ്രായത്തിൽ ട്രിവാൻഡ്രത്ത് ഹോസ്റ്റലിലാണ്. നമുക്ക് ആ ചെറുപ്പം എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് എവിടെയോ ആണ്. നമുക്ക് ആക്സസ് വീട്ടിലേക്ക് അങ്ങനെ പെട്ടെന്ന് ചാടി വരാനൊന്നും പറ്റില്ല. അപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇപ്പം ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്ത് ഇങ്ങനെ തിരിച്ച് പോകുമ്പോൾ ഞാൻ മറ്റേ ജനലിൽ കൂടെ നോക്കിയിരിക്കും. ഇപ്പം എങ്ങോട്ടോ പോകാന്നുള്ളൊരിതാണ്, എനിക്ക് കാണൂല എന്നൊക്കെയുള്ളൊരു പേടിയൊക്കെ ഉണ്ട്. അങ്ങനത്തെ ക്രിക്കറ്റിൽ വേണ്ടി എല്ലാം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഞാൻ പെട്ടെന്ന് ഇങ്ങനൊരു ആക്ടിങ് പ്ലാറ്റ്ഫോമിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ ഇപ്പോഴും പലർക്കും എനിക്ക് പ്രോസസ്സ് ചെയ്യാൻ നല്ല പാടുണ്ട്. പക്ഷെ എന്നെ പണ്ട് തൊട്ട് അറിയണവർക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനിങ്ങനൊരു ഷോളിട്ട് ഇങ്ങനെ അഭിനയിക്കുന്നത്. നിങ്ങളുടെ കൂടെ ഉണ്ടായ ആ കാലം തൊട്ടുള്ള സ്കൂളിൽ ഉണ്ടായതായാലും അധ്യാപകരായാലും നിങ്ങൾക്ക് പെട്ടെന്ന് അത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും അല്ലേ? അപ്പം നിങ്ങൾ ഈ സമയത്ത് ഈ ക്രിക്കറ്റ് എന്നൊരു ഇത് നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയായിരുന്നു അക്സെപ്റ്റൻസ് വന്നത്? ഒരു പ്രാവശ്യം ഇങ്ങനെ ക്രിക്കറ്റ് ടീമിൻ്റെ സെലക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞത്. അപ്പോഴാണ് അവിടെ അങ്ങനെ ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു 300 രൂപക്ക് കിട്ടാവുന്ന ഐറ്റംസ് ഉപ്പാനൊക്കെ കൺവിൻസ് ചെയ്ത് ഞാൻ എൻ്റെ കസിൻ റാസി എന്ന് പറഞ്ഞ റാസിയും കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പോയി നോക്കിയതാണ്. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് നമ്മുടെ ഉള്ളിൽ ഈ ക്രിക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ
തന്നെ നമ്മുടെ അകത്തുള്ള സാധനം കുറച്ച് നമുക്ക് സ്റ്റൈലായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഒട്ടും ക്രിക്കറ്റ് താല്പര്യമില്ലാത്ത ഒരാൾക്ക് അതിൻ്റെ ഒരു ക്രിക്കറ്റിനൊരു ബേസ് വരില്ല കളിക്കുമ്പോഴൊന്നും. നമ്മൾ ഗാംഗുലിനൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് ശീലിക്കണമെന്ന് അതുപോലെ കളിക്കാൻ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ഇവൻ എന്തോ ഒരു ക്രിക്കറ്റിൻ്റെ പരിപാടി ഉണ്ട്. അങ്ങനെ ഞാൻ പോയ ഫസ്റ്റ് സെലക്ഷൻ തന്നെ കിട്ടി. അതങ്ങനെ പിന്നെ അതായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ആളുകളെയൊക്കെ കണ്ട് പിന്നെ ക്രിക്കറ്റ് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും ക്രിക്കറ്റിംഗ് മെമ്മറീസ് നിങ്ങൾക്കുണ്ടോ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്? ഇത് അല്ലാതെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില നിമിഷങ്ങൾ? ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡീകോക്കിനൊക്കെ ഞാൻ ഔട്ടാക്കിയിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ആരും വിശ്വസിക്കില്ല. അതെ, അവര് വയനാട് സൗത്ത് ആഫ്രിക്ക എ ടീമും ഇന്ത്യ എ ടീമും കളി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നെറ്റ്സിൽ ബാറ്റ് ചെയ്യുന്ന ഡീകോക്കാണ്. ഡീകോക്ക് അടിച്ച് ബോളൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2-3 ബോള് വയനാട് സ്റ്റേഡിയത്തിന് അപ്പുറം പോയി അത് തപ്പാൻ കുറെ പേര് പോണ്. അങ്ങനത്തെ അവസ്ഥയാ ആ സമയത്ത് നമ്മൾ എറിയണേ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാർക്ക് ലെഗ് സ്പിന്നേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ അടിച്ച് വെളിയിലാണ്. അപ്പോൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ കളിയാക്കി കൊല്ലും. ഒപ്പം കൂടെ ബോൾ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി. അപ്പോൾ അവർ പറഞ്ഞെടുക്കും ഡീക്കൊക്കെ അടിച്ച് വെളി കളഞ്ഞിടന്നൊക്കെ പറഞ്ഞ് പിന്നെ ട്രോളാനുള്ള സാധനങ്ങൾ അതൊക്കെ. അപ്പോൾ എറിയുമ്പോൾ പേടിയാണ്, ഔട്ടാക്കണം. അപ്പോൾ ഫസ്റ്റ് ബോൾ ഇങ്ങനെ പുള്ളി ഒന്ന് നോക്കി ഇവൻ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഡിഫെൻഡ് ചെയ്ത് വിട്ട് കൂളായിട്ട് ഞാനിവിടെ ബാറ്റ്സ്മാൻമാർക്ക് കയറുമ്പോൾ അവർ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ബോളാണ്. അത് പുള്ളി കൂളായിട്ട് ബോൾ ജഡ്ജ് ചെയ്ത് ഇങ്ങനെ തട്ടിയിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി അടുത്ത് പുറത്താണ്, കാട്ടിലാണ്. അടുത്ത് കറക്റ്റ് പിച്ച് ചെയ്ത് നേരെ കാലിൽ പുള്ളിയുടെ കാലിൽ പുള്ളി ഇങ്ങനെ നോക്കി ഇങ്ങനെ നിന്ന് തന്നെ. അപ്പോൾ ബാക്കിൽ അമ്പയർ ആയിട്ട് അവരെ കോച്ചുണ്ട്. പുള്ളി ഇങ്ങനെ ഔട്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ മാറണ പോലെ കാണിച്ചു പുള്ളിനോട്. അപ്പോൾ കോച്ച് കുറച്ച് ഇമ്പ്രസ് ആയി ബോൾ കണ്ടിട്ട്. അപ്പം ഞാൻ വിചാരിക്കണത് എന്നെ സൗത്ത് ആഫ്രിക്ക കൊണ്ടുപോകും. ഞാനിനി മറ്റേ ഇവരൊക്കെ ചില ഇന്ത്യൻ വംശജര് വേറെ കൺട്രി കളിക്കുമല്ലോ, അതുപോലെ ഞാൻ ഈ സൗത്ത് ആഫ്രിക്കയിലായിരിക്കും കളിക്കുന്നത്. അങ്ങനെ അപ്പൊ ഡീകോക്കിന് ഇതായി വാശിയായി. ഡീകോക്ക് ഇപ്പുറത്ത് വന്നിരുന്ന് ഇപ്പൊ ബൗമ എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ട്, പുള്ളി അപ്പുറത്ത് സ്ട്രൈക്ക് പുള്ളി ഇങ്ങനെ സിംഗിൾ ഇട്ട് പിന്നെയും മാറി. അടുത്ത 3 ബോൾ ഞാൻ കണ്ടിട്ടില്ല. എന്റെ 3 ബോളിൽ 2 ബോൾ പോയി പുറത്ത്, സ്റ്റേഡിയത്തിന്റെ പുറത്ത്. ഒരെണ്ണം ജസ്റ്റ് 6, 3 6. അപ്പൊ എനിക്ക് മനസ്സിലായി ശരിയാ സൗത്ത് ആഫ്രിക്കയിലൊന്നും പോകാനായിട്ടില്ല. അങ്ങനെ കുറെ മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കുറെ പ്ലേയേഴ്സ് ഞാൻ ബോൾ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളെ നാട്ടിലിപ്പം ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന മെസ്സിയുടെ വരവേൽപ്പാണ്. മെസ്സി വരുമോ ഇന്ന് രാവിലെ മീഡിയ ഓണാക്കിയപ്പോൾ എല്ലാവരുടെയും ഒരേ സ്വരത്തിൽ എല്ലാ മീഡിയക്കാരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. മലപ്പുറംകാരൻ ഇതൊരു വാശിയായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. മിനിസ്റ്ററിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും നാട്ടുകാർ കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ മുത്താണ്, തേനാണ്, കരളാണ്. മെസ്സി വരണം അല്ലെ? ഫുട്ബോളിനോടുള്ള ഒരു പാഷൻ ഭയങ്കരമാണ്. അതെ. ഇപ്പം ഫുട്ബോളിനെ കുറിച്ച് നമുക്ക് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. കേരളത്തിൽ നമ്മൾ ഫുട്ബോളിന്റെ തലസ്ഥാനം മലപ്പുറം തന്നെ. നമുക്ക് വേറൊരു നാട്ടിൽ ആവശ്യമില്ല. അത് അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനാണ്. അല്ല ഇല്ലെന്ന് പറയുന്നില്ലല്ലോ, നിങ്ങളുടെ തന്നെയാണ്. അതെ, ഭക്ഷണം നമ്മൾ എടുത്തോളാം, തലശ്ശേരി ക്രിക്കറ്റ് നമ്മൾ എടുത്തോളാം എന്ന് പറയാം. എല്ലാം എടുത്തും, ഭക്ഷണം, ക്രിക്കറ്റ്, വാട്ടെവർ. ഫുട്ബോൾ എടുത്തു കഴിഞ്ഞാൽ സമ്മതിക്കില്ല അത്. അതെ. നിങ്ങൾ ശരിക്കും ഒരു ലെഗ് സ്പിന്നർ? ലെഗ് സ്പിന്നർ ബാറ്റ്സ്മാൻ ആയിരുന്നു. ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ഗംഗുലിക്കാരനാണ് നിങ്ങളായത്? ഗംഗുലിക്കാരനാണ്. ഓരോരുത്തർ കാരണം ഓരോന്ന്. എൻ്റെ ഇപ്പൊ സാഫ് ബോയ് എന്ന് പറഞ്ഞ പേര് വന്നത് തന്നെ ഈ ഗാംഗുലി വിരമിച്ചല്ലോ, പിന്നെ നമുക്ക് ആരാധിക്കാൻ ഒരാളില്ല. അപ്പോഴാണ് നമ്മുടെ രവീന്ദ്ര ജഡേജയുടെ വരവ് ഇന്ത്യൻ ടീമിൽ. ഭയങ്കര ഫാനായിരുന്നു ഞാൻ. എനിക്ക് തോന്നുന്നു ഗാംഗുലിനേക്കാൾ എനിക്ക് അഫെക്ഷൻ സാധനം ജഡേജനോട് വന്നത്. അങ്ങനെ ജഡേജന്റെ അന്നത്തെ പേര് ഇൻസ്റ്റയിൽ ജഡ്ഡു ബോയ് എന്നായിരുന്നു. ജഡ്ഡു ബോയ്. ആ സമയത്താണ് ബോയ് ഞാൻ എടുത്ത്. ഓഹോ, അപ്പൊ സാഫ് ബോയുടെ ഇവോൾവ്മെന്റ് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. താങ്ക് യു ജഡേജ. നിങ്ങൾ വിചാരിച്ചോ നിങ്ങൾക്ക് ഒരു 6-7 മാസം കൊണ്ട് ഇത്രയും ഒരു റീച്ച് കിട്ടും? അതില്ല. അതിന് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് ജുനൈസാണ്. ജുനൈസ് ഓൾറെഡി ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര ആളായിട്ടിരിക്കുകയാണ്. അപ്പോൾ ജുനൈസ് ആദ്യം തുടങ്ങി, പിന്നെയാണ് ഞാൻ വരുന്നത്. അപ്പോൾ ജുനൈസിന്റെ ചാനൽ വഴിയാണ് നമ്മൾ ആദ്യം പ്രസന്റ് ചെയ്തത്. ഞാൻ ഓൾറെഡി ഇങ്ങനെ ക്യാരക്ടർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനൊരു വൈഡ് റീച്ച് കിട്ടിയത് ജുനൈസിന്റെ ചാനൽ വഴിയാണ്. അപ്പോൾ ജുനൈസ് പ്രൊമോട്ട് ചെയ്ത് പിന്നെ കണ്ണടച്ച് തുറക്കണ മുന്നേ ആയിരുന്നു മൊത്തം കാര്യങ്ങൾ നടന്നത്. അതിന് ജുനൈസിനോട് ഞാൻ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആണ്. പക്ഷെ അവനെ കണ്ടാലും ഞാൻ പറയും, ഇപ്പോൾ പണി ഇറങ്ങിയപ്പോഴൊക്കെ വിളിച്ചായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞു നമ്മളെവിടെ തുടങ്ങിയതാണ്. ഇപ്പോൾ അവൻ്റെ ഒരു പടം ഇറങ്ങി ഭയങ്കര ഹിറ്റായി. ഞാനും വാഴയും ഗുരുവായൂരമ്പലനാട് 18+ എന്നൊക്കെ പറഞ്ഞ് ചെയ്ത് നമ്മുടെയൊക്കെ ബേസ് സെയിമാണ്. യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് UK പോകാൻ വേണ്ടി ഇരുന്ന് പോകാൻ വേണ്ടി യാത്ര പറയാൻ വേണ്ടി അവനെ കാണാൻ പോയതാ. എന്തൊക്കെയാ നടക്കുന്നത്? ഞാനിതിനിടയിൽ കോവിഡ് വന്ന് ബ്ലോക്ക് ആയതുകൊണ്ടാണ് UK പോവാഞ്ഞത്. എല്ലാം ശരിയായി. മറ്റേ ലെസ്റ്ററിൽ ഡിമോൺഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് അഡ്മിഷനായി. ഓഫർ ലെറ്ററൊക്കെ വന്നിട്ട് ഞാനിങ്ങനെ ഇനി ഇവിടുന്ന് പോവാം എന്നൊക്കെയുള്ള മൂഡിൽ നിൽക്കുമ്പോഴാണ് കൊച്ചിയിൽ ജുനൈസ് അപ്പോൾ ആലുവ സ്റ്റേ ചെയ്യണം, ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കാണാൻ പോയപ്പോഴാണ് ഇവനിങ്ങനെ പറഞ്ഞടാ ഇപ്പോൾ നീ UK പോയി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് പാത്രമൊക്കെ കഴുകി അങ്ങനെ ജോലി ചെയ്ത് ജീവിക്കണം.
അതിനേക്കാൾ എമൗണ്ട് മേ ബി നീ ഇപ്പോൾ ഈ സീനത്ത് എന്ന് പറയുന്ന ക്യാരക്ടർ ഒന്ന് യൂട്യൂബിലും കൂടെ ഒന്ന് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി അതിനേക്കാൾ എമൗണ്ട് നിനക്ക് കിട്ടിയേക്കാം. എവിടെയാണെങ്കിലും ജീവിച്ചാൽ പോരെ, ഏൺ ചെയ്താൽ പോരെ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊരു ശ്രമം നടത്തിയതാണ്. ഭാഷയിലും ആ രീതിയിലും നിങ്ങൾ അവതരിപ്പിച്ചത് കൊണ്ടായിരിക്കാം പല ഡയറക്ടേഴ്സും കാസ്റ്റിംഗ് കൗച്ചുകളും ശ്രദ്ധിക്കുന്നതും. അതെ, അതിലെനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നിയത് ADJ, നമ്മുടെ ഫസ്റ്റ് പടം 18+ൽ ADJനോട് ഞാൻ ചോദിച്ചു എങ്ങനെ ADJ നമ്മൾ കാസ്റ്റ് ചെയ്ത്. അപ്പോൾ ADJ പറഞ്ഞ് നിൻ്റെ മറ്റേ സൈനത്തെ ക്യാരക്ടർ കണ്ടിട്ടാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ അത് ഇതൊരു ബന്ധമില്ലല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞ് അത് ചെയ്യാൻ ഭയങ്കര പാടാണ്, അത് നീ ചെയ്യുമെങ്കിൽ ഇതൊക്കെ നീ ചെയ്യും എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ടായി എനിക്ക്. ലൈക്ക് അത് എന്താ പറയുക, അൺലോക്ക് ചെയ്യാൻ കുറച്ച് പാടുള്ള സാധനമാണ്, നമുക്കൊരു ഫെമിനൈൻ സാധനമുള്ള ഒരു സാധനം. അതെ, അത് ഞാൻ അൺലോക്ക് ചെയ്തെങ്കിൽ ഇതൊക്കെ ഒരു പ്ലെയിൻ സാധനമല്ലേ, അത് ആർക്കും ചെയ്യാൻ പറ്റുന്ന പോലത്തെ സാധനമാണ്. അപ്പോൾ അത് നീ കൂളായിട്ട് ചെയ്യും എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് വിളിച്ചത് എന്ന് പറഞ്ഞു പുള്ളി. പക്ഷെ അവിടെ അതിനേക്കാൾ കോമഡി എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ കൂടെ വീഡിയോ ചെയ്യണത് എൻ്റെ ആരോ എന്നാണ് അവർ വിചാരിച്ചത്, കസിനോ ആരോ എന്നാണ്. പക്ഷെ ഞങ്ങൾ സിബ്ലിങ്സ് ആണ് അവർ ലൊക്കേഷനിൽ നിന്ന് അറിയണത്. ഞാനും അനുവും സ്വന്തം ഏട്ടനും അനിയനാന്നുള്ളത് അവർക്കറിയില്ല. അവർ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കോസ്റ്റ്യൂം എന്ന ട്രയൽ നോക്കുമ്പോൾ അവർ പറയാണ് നിങ്ങളെന്താ ബന്ധം എന്ന് വെച്ചപ്പോൾ ഞങ്ങളൊരു വീട്ടിലത്തെയാണെന്ന് പറഞ്ഞപ്പോൾ അവർ അവർക്കപ്പോഴും അത്ഭുതം. അങ്ങനെയാണ് ഞങ്ങൾ കാസ്റ്റ് ചെയ്യില്ലായിരുന്നു, ഒരു വീട്ടിൽ 2 ക്യാരവനൊന്നും വേണ്ടെന്നൊക്കെ. അത് ഭയങ്കര രസമായിരുന്നു. അവരവിടുന്ന് ഭയങ്കര ഷോക്കായി. ഇപ്പോഴും പലർക്കും അറിയില്ല ഞങ്ങൾ ബ്രദേഴ്സ്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, എന്നാലേ നമ്മളായിട്ടും പറയുന്നില്ല അവർ ബ്രദേഴ്സ്. അറിയട്ടെ, എൻ്റെ നല്ലൊരു അനിയൻ എന്റേതാന്ന് അറിഞ്ഞോട്ടെ. നിങ്ങൾ ഉമ്മയും ഉപ്പയും ഇവരോടാണ് ശരി കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുള്ളത്. 3 ആൺമക്കൾ, അതുപോലെ 3 പേരുടെ ഫ്യൂച്ചർ. ഇപ്പം നിങ്ങൾ തന്നെ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് ഉള്ളത്, ഈ ഫ്യൂച്ചർ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അവരുടെ ആ ഒരു അവസ്ഥ, ഇത് സപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ ഒരു വല്ലാത്തൊരു കൺഫ്യൂസ് സ്റ്റേറ്റിലായിരിക്കില്ലേ അവർ കടന്നു വന്നത്. പക്ഷെ അവരൊന്നിനെ കുറിച്ചും ബോധമല്ല. ഞാനിപ്പോൾ 3 കോളേജ് മാറി എന്ന് പറഞ്ഞു, 2 കോളേജ് മാറി, 3ാമത്തെ കോളേജിൽ നിന്നാണ് ഡിഗ്രി എടുത്തത്. ഇതൊന്നും ഞാൻ പറഞ്ഞു ഇപ്പോൾ എന്നോട് ഞാനിങ്ങനെ വരികയാണ്, കോഴിക്കോട് നിർത്തി കൊച്ചി പോവാണ്. ആണോ, ഓക്കെ. ഞാൻ കൊച്ചി കോളേജ് നിർത്തി തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. ആണോ, അത് ഇഷ്ടംപോലെ ചെയ്യും. ഞാനിങ്ങനെ ക്രിക്കറ്റ് നിർത്തുകയാണ്, ക്രിക്കറ്റ് നിർത്തി യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. ഓക്കെ. ഇങ്ങനത്തെ ആൾക്കാരാ യൂട്യൂബ്. ഞാൻ പറഞ്ഞപ്പോൾ റീസെൻ്റ് യൂട്യൂബ് നിർത്തിപ്പാ, ഞാൻ സിനിമ പരിപാടികൾ നോക്കട്ടെ. അങ്ങനത്തെ ആൾക്കാരായതുകൊണ്ട് ആണ് ഞാനിങ്ങനെ തോന്നിയ പോലെ നടക്കണേ. അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിപ്പിച്ച് ഞാനവിടെ വീട്ടിലിരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ അവിടെ വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടാവും ദുബായിൽ. കറക്റ്റ്. അതെ, പറയാൻ പറ്റില്ല. കാരണം അവർ അങ്ങനെയാണ്. ഉപ്പ ഒട്ടും ബോധേടല്ല, ഉമ്മാൻ്റെ ഒരു യൂണിവേഴ്സാണ്. ഉമ്മ കുറച്ച് ഓർത്തഡോക്സ് ആണ്. ഉമ്മാൻ്റെ പ്രാർത്ഥനകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉമ്മ അങ്ങനെ പോകും. നമുക്ക് 3 ഒരു ഭയങ്കര ഫ്രീഡമാണ്. നമ്മൾ ഒന്നും പറയില്ല, നിർബന്ധിക്കില്ല. അത് നമ്മുടെ കരിയർ ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പ്രഷറില്ല. അപ്പോൾ ഉപ്പാൻ്റെയും ഉമ്മാനെയും കുറിച്ച് നിങ്ങൾ പറയുകയാണെങ്കിൽ 100% നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് അതാണ് ഒരു വലിയ പങ്ക്. പിന്നെ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതിന് വലിയ പങ്കല്ല, അവർ മാത്രമാണ് പങ്ക്. ഞങ്ങളെന്തെങ്കിലും നോ പറയുക അല്ലെങ്കിൽ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇരിക്കില്ല, നമ്മൾ മാറ്റി ചിന്തിക്കേണ്ടി വന്നേനെ. ഇത് കുറേ ഇപ്പോൾ കോവിഡ് ടൈമിന് ശേഷം ഒരു ബ്ലെസ്സിങ് ആയിട്ട് നമുക്കൊരു അനിയത്തി ഉണ്ട്. എനിക്ക് 4-5 വയസ്സുള്ള അനിയത്തിയുണ്ട്. അപ്പോൾ ഉമ്മ ഹാപ്പി. ഇപ്പം നമ്മളില്ലെങ്കിലും കുഴപ്പമില്ല. ഉമ്മ അവളെ സ്കൂളിലാക്കണ, തിരിച്ചു വരണം, ഉമ്മക്ക് അവളുടെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഉമ്മ പറയും ഇവളുണ്ട്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ, സിനിമ വീഡിയോ ചെയ്യേ എവിടെയെന്ന് വെച്ചാൽ പോയിക്കോ, ഇവാന്ന പേര്. ഞാനും ഇവയും ഉപ്പയും ഇവിടെ വീട്ടിലുണ്ടാവും. അങ്ങനെ അതൊരു ബ്ലെസ്സിങ് ആയിരുന്നു. കാരണം ഞങ്ങളൊക്കെ ഇപ്പോൾ ഒരു ഉമ്മമാർക്ക് നമ്മളെ മക്കൾ ആൺപിള്ളേർ വളർന്നു കഴിഞ്ഞാൽ പിന്നെ ആരും നമ്മളൊക്കെ പല വഴിക്കുമ്പോൾ ഇവർക്ക് സംസാരിക്കാൻ പോലെ ആരും ഇല്ലല്ലോ. ഉപ്പേൻ്റെ രാവിലെ പോയാൽ രാത്രിയേ വരുള്ളൂ. അപ്പോൾ ഉമ്മാക്ക് അങ്ങനെയുള്ള ഉമ്മാക്ക് ഒരു ബ്ലെസ്സിങ് ആയിട്ടൊരു അനിയത്തിയും കിട്ടി. ഇപ്പോൾ അവരവരെ ലോകമാണ്. ഉമ്മയും ഉപ്പയും അനിയത്തിയും ഓരോ പാർക്കിലൊക്കെ പോവും, കറങ്ങാൻ പോവും. അവർക്ക് വേണ്ടെന്നല്ല, അതൊരു നമുക്കതാ സുഖം. നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കൊന്നുമില്ല. നിങ്ങൾ പോയിക്കോ, അവിടെ വെച്ചാൽ പോയിക്കോ, ഞങ്ങളോടൊന്ന് പറയാൻ. ഞങ്ങൾ 3 പേര് ഞങ്ങളെ വേറൊരു ലോകം. പക്ഷെ മലബാർ എന്നൊരു റീജിയൻ ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അടുത്തൊരു ചോദ്യം തുടങ്ങുമല്ലോ, കല്യാണമാണോ? മലബാർ ചോദ്യം തുടങ്ങുമല്ലോ, ഓൺ ദ സ്പോട്ട് ഉത്തരം വന്ന്. 10-26 വയസ്സ് ഒരാളോട് വേറെ ഒന്നും ചോദിക്കാനില്ലല്ലോ. അതെ, ജോലിന്റെ കാര്യം ചോദിക്കില്ല, കാരണം ഇപ്പൊ സിനിമയും ഇതൊക്കെയാണെന്ന് അറിയാം. ചോദിക്കുന്നുണ്ട്, തുടങ്ങി ചോദിക്കുന്നുണ്ട്. അതിപ്പോ എന്ത് ചെയ്യുന്നതാണ്, എന്ത് ചെയ്യണം, കെട്ടണം. ഇല്ല, അത് ഞാൻ കുറച്ചും കൂടെ ഇങ്ങനെ എൻ്റെ പ്ലാൻസ് പ്രകാരം എക്സ്പ്ലോർ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യണമെന്നല്ല. പക്ഷെ ഞാൻ നോട്ട് റെഡി ആയിട്ടില്ല. ഞാൻ മാനസികമായിട്ട് റെഡി ആവണ്ടേ. അതെ, അല്ലെങ്കിൽ കുറേ പ്രശ്നങ്ങളില്ലേ, സമയമാവട്ടെ. അല്ലെ അതേപോലെ റേഞ്ചുള്ള ആളെ കണ്ടുപിടിക്കണം, ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യണം. ഒരു ഉമ്മാനെ പോലെ. അതെ, എന്ത് വേണമെങ്കിലും ആക്ടറെങ്കിൽ ആക്ടർ. അതെ, നോക്കണം. പ്രായമായി തുടങ്ങി.
അത് അറിയിച്ചതാണ് കേട്ടോ നിങ്ങളെല്ലാവരെയും, പ്രായമായി തുടങ്ങി എല്ലാവരും അറിയിക്കണം. ഇപ്പം കുറച്ച് നാളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഹാഷ്ടാഗാണ് തന്ത വൈബ്. നിങ്ങൾക്ക് എന്താണ് തന്ത വൈബിനെ കുറിച്ച് പറയാനുള്ളത്? തന്ത വൈബിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്നാണ്, നിങ്ങളുടെ ഈ സിറ്റിയിൽ നിന്നാണ്, ദുബായ് സിറ്റിയിൽ നിന്നാണ്. താങ്ക് യു. കാരണം ഇവിടെ നമ്മുടെ ഫാമിലി കുറച്ച് അധികം മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ കുറെ പേര് ഇവിടെയാണ്, പകുതിയോളം പേര് ഇവിടെ വർക്ക് ചെയ്യണേ. ഇവര് നാട്ടിൽ 10 ദിവസത്തിനൊക്കെ ലീവിന് നാട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും പ്ലാൻ പറയുമ്പോൾ ഇവര് മടി പിടിച്ചിരിക്കും. ആകെ 10 ദിവസമേ ഉള്ളൂ, സമയം കളയാൻ പറ്റില്ല. കാരണം വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ കളിയാക്കണത്, അയ്യേ തന്ത വൈബായല്ല, തന്തകളെ പോലെ ഉണ്ട്, മുട്ടുവേദന ഒക്കെ ആയി, നടുവേദനയായി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്ത ടേമാണത് തന്ത വൈബ്. അപ്പോൾ അതൊരു പ്രാവശ്യം വാഴയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ക്ലീൻ ഷേവ് അടിച്ചപ്പോൾ ഒരു വീഡിയോ, ക്ലീൻ ഷേവ് അടിച്ചപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഫോട്ടോ ഇടാൻ പറ്റുന്നില്ല, വീഡിയോ ഭയങ്കര എന്തോ നമുക്കൊരു ബുദ്ധിമുട്ട്. അപ്പം എന്നാൽ പിന്നെ അത് വെച്ചിട്ട് തന്നെ ഒരു വീഡിയോ ഇറക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ തന്ത വൈബ് ടാഗ് എടുത്തിട്ട് അവർ തന്ത വൈബ് അടിച്ചപ്പോൾ ക്ലീൻ ഷേവ് അടിച്ചതാ, അതപ്പോൾ ഒരു കൊറിയൻ ലുക്ക് ആയില്ലേ എന്ന് പറയാൻ വേണ്ടി എടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഇക്കാക്കമാര് യൂസ് ചെയ്യണ എടുത്തിട്ടതാണ്. ഇപ്പം അതെൻ്റെ കയ്യിലില്ല ആ സാധനം, ഇപ്പം അത് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര അപ്പോൾ നിങ്ങളൊരു ഹ്യൂജ് ഫാമിലി ആണെന്ന് തോന്നുന്നല്ലേ? ഹ്യൂജ് ഫാമിലിയാണ്. തറവാട് പേരെന്തെങ്കിലും ഉണ്ടോ? കോഴിക്കോട് പുതിയങ്ങാടിക്കാരായിരുന്നു. അപ്പോൾ അവിടുന്ന് പിന്നെ വല്ലിപ്പോൾ അവർ ഇങ്ങോട്ട് മാറി പെരിന്തൽമണ്ണ വന്നാണ്. ഓ, അങ്ങനെയാണ് അതിൻ്റെ പുതിയങ്ങാടി. ഒരു രസമാണ് കസിൻസ് ഒക്കെ ആയിട്ട്, എസ്പെഷ്യലി ഇപ്പം നിങ്ങളിപ്പം നിൽക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഒരു ആക്ടർ എന്ന പെർസ്പെക്റ്റീവിലാണല്ലോ ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പലതും കസിൻസിൻ്റെ അടുത്ത് നിന്നും വരുന്നുണ്ടാവാം. നിങ്ങളൊന്ന് ഏതെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിങ്ങനെ ആവാമായിരുന്നു, അങ്ങനെ അങ്ങനെ പല പല സജഷൻസും പറഞ്ഞിട്ടുണ്ട്. ഒരു 18+ കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഗുരുവായൂരമ്പല നടയിൽ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു കുറച്ചുകൂടെ നന്നാക്കായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അത് ഓൾറെഡി എനിക്ക് ഫീൽ ചെയ്ത സംഭവമാണ്. കാരണം ഗുരുവായൂരമ്പല നടയിൽ എനിക്ക് എന്തൊക്കെയോ എക്സ്ട്രാ പിന്നെയും ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയായിരുന്നു. അപ്പം അങ്ങനെ പറയും, അല്ലാതെ എന്ത് ചെയ്താലും വാട അടിപൊളി എന്ന് പറയുന്ന ആൾക്കാരല്ല. പക്ഷെ വാഴ കണ്ടപ്പോൾ എല്ലാവരും വിളിച്ചു, ഇവിടുന്ന് അങ്ങോട്ടൊക്കെ വിളിച്ചു, വാ അടിപൊളി സൂപ്പർ. അങ്ങനെ ഒരു ഇമോഷണൽ സാധനം എക്സ്പെക്റ്റ് ചെയ്തില്ല എൻ്റെ സൈഡിൽ നിന്ന്. ഞാനും ഞങ്ങളുടെ വീഡിയോസിലത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഇമോഷണൽ സൈഡ്. കാരണം നമ്മൾ ചെയ്ത വൃത്തികേടാവുന്നൊരു ഫീലായിരുന്നു. നമുക്ക് ഈ കോമിക് പരിപാടിയെ നടക്കുള്ളൂ, അങ്ങനെ ഒരു തോട്ടായിരുന്നു. അത് വിപിൻ ചേട്ടനും ആനന്ദ് മേനോനും കൂടെ അങ്ങ് മാറ്റി തന്നു. അവരത് അടിപൊളിയായിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അല്ല, ഇപ്പോൾ പടങ്ങളും കാര്യങ്ങളൊക്കെ ആയി നിങ്ങൾ അതിന് ബേസ് ചെയ്തിട്ടുള്ള ഫ്യൂച്ചറൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ 2 വേറെ കാര്യം, നിങ്ങൾ ഇവിടം വരെ എത്തിച്ച 2 കാര്യങ്ങളുണ്ട്. അത് എപ്പോഴെങ്കിലും ഒന്ന് പൊടി തട്ടി എടുക്കുമോ? ഒന്ന് സൈനിത്ത അബൂക്ക, കുറേ നാളായി കണ്ടിട്ട് ഇവരൊന്നും കാണുന്നില്ല. 2ാമത് ക്രിക്കറ്റ്. ഇത് രണ്ടും ഇപ്പം എന്താ ചെയ്യേണ്ടത്? ക്രിക്കറ്റ് ഇപ്പോൾ റീസെൻ്റ്ലി പടക്കളത്തിൽ ഷറഫൊക്കെ ക്രിക്കറ്റ് നന്നായി കളിക്കും. ഷറഫൊക്കെ പറഞ്ഞ് നീ ക്രിക്കറ്റ് കളിക്കണില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ക്രിക്കറ്റായിട്ട് കളിക്കണില്ല, CCL വല്ലതും കളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഷറഫൊക്കെ പറഞ്ഞു കളിക്ക് രസമല്ലേ. പിന്നെ സൈനത്തേടെ അബുക്കണം കാര്യം നമ്മളത് ഓൾമോസ്റ്റ് അത് നിർത്തിയ പോലെയാണ്. കാരണം ഇനിയിപ്പോൾ ആളുകളെല്ലാവരും പറയും കേട്ടോ, നമ്മൾ യൂട്യൂബിൽ എന്തെങ്കിലും കിട്ടുകഴിഞ്ഞാൽ അപ്പോൾ പറയാം അത് ചെയ്ത് പക്ഷെ അതിന് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര റിപ്പീറ്റേഷൻ വരും ഭയങ്കരമായിട്ട്. നമുക്ക് അതിൽ ആ ക്യാരക്ടറിനെ വെച്ച് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ പിഴിഞ്ഞ് കംപ്ലീറ്റ് എടുത്ത്. ഇപ്പം നമ്മുടെ കാർട്ടൂൺ നെറ്റ്വർക്കും അതേപോലെ സൈനികവും നമ്മളിവിടെ കാർട്ടൂൺ നെറ്റ്വർക്കായിട്ട് കമ്പയർ ചെയ്തത് ഞാൻ പോകും. അപ്പം നമുക്ക് നേരെ കിടക്കാം നമ്മുടെ സ്വീപ്പ് റൗണ്ടിലേക്ക്. അപ്പോൾ സൊറബറയുടെ അടുത്ത റൗണ്ടിലേക്കാണ് സ്വീപ്പ് റൗണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും വൈറലായ റീൽ തന്ത വൈബ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻസ്റ്റഗ്രാം ക്രിയേറ്റർ ആഡം ആൻഡ് അൻവർ. ഇത് നിങ്ങൾക്ക് ഏറ്റവും കിട്ടിയൊരു ബെസ്റ്റ് അഡ്വൈസ് ഒരു സീനിയർ ആർട്ടിസ്റ്റ്, സീനിയർ ആക്ടർ? ബിബിൻ ചേട്ടൻ പറഞ്ഞ സംഭവമുണ്ട്, പൈസക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യരുത്, പൈസ വരും. നല്ല സ്ക്രിപ്റ്റ് നല്ല മൂവീസ് ചൂസ് ചെയ്താൽ മാത്രം മതി, ബാക്കിയെല്ലാം കറക്റ്റ് കറങ്ങിത്തിരിഞ്ഞ് വരും സാഫെ എന്നുള്ളൊരു സാധനം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്, ശ്രമിക്കുന്നു. ഫേവറേറ്റ് മലയാളം ആക്ടർ? ലാലേട്ടൻ. ഓൾ ടൈം ഫേവറേറ്റ് ക്രിക്കറ്റർ? കറൻ്റ്ലി ജഡേജ, അതിന് തൊട്ട് മുന്നേ ഗാംഗുലിയായിരുന്നു. ഏത് മലയാളം പടമാണ് നിങ്ങളെ കൂടുതൽ ഇൻസ്പയർ ചെയ്തത്? മറ്റേ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി. ഭയങ്കര ഒരു സിനിമയുടെ ഒരു വൈബ് എനിക്ക് കിട്ടിയ പടം. നിങ്ങൾ ഹാപ്പി ആയിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യല്? ഒന്നുമില്ല, ഞാൻ എൻ്റെ കസിൻസിനോട് അങ്ങനെ ഇരിക്കും വെറുതെ. അതന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ഹാപ്പി. പിന്നല്ലാതെ ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മളെ ഉപ്പ ഉമ്മൊക്കെ ബേസ് ആണല്ലോ. അതെ. പക്ഷേ നമുക്ക് എൻ്റെ കസിൻസ് കുറച്ചധികം ആൾക്കാരുണ്ട്. അവരെനിക്ക് എല്ലാവരും നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്, കാരണം എല്ലാവർക്കും നിങ്ങളറിയാം. ഞാൻ പ്രോഗ്രാമിൻ്റെ കാര്യം
അതെ, അവര് പറഞ്ഞ് പുള്ളി അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളിനെ കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അന്വേഷണം പറയാൻ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും തിരിച്ച് അന്വേഷണം. അതെ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ അതാണ്, കസിൻസാണ് എല്ലാവരും. നമ്മുടെ ഏജ് ഡിഫറൻസ് ഉണ്ടെങ്കിലും എല്ലാവരും ഒറ്റ മൈൻഡാണ്. മാഷാ അല്ലാഹ്, ഇനി ഉയരങ്ങളിലേക്ക് എത്തട്ടെ നിങ്ങളുടെ ഫാമിലിയും നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെയുള്ള ആൾക്കാരും. ഇനിയും നിങ്ങളുടെ ഓരോ പടങ്ങൾ വിജയിച്ച് നമുക്ക് ഇതിനേക്കാളും വലിയ സ്ക്രീനിലേക്ക് പോകാൻ ഒരു റോഡ് മാപ്പ് തന്നെ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് ഉണ്ടാക്കി തരട്ടെ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് ഇറക്കാം, നമ്മുടെ ഫൺ ഗെയിംസ്. ഓക്കെ, സൊറബറയുടെ ഗെയിംസിലേക്ക് നമുക്ക് കിടക്കാം. റെഡി? ആദ്യത്തെ കേൾക്കുന്നില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. സൂക്ഷ്മ പറ. സൂക്ഷ്മദർശിനി. മോഹിനിയാട്ടം. പൂണ്ടിരാജന. മോഹിനിയാട്ടം. കാടിച്ചപ്പോ മനസ്സിലായി. തിലകൻ. തിലകൻ. ഓ മൈ ഗോഡ്. ഗന്നല്ലാത്ത ഗള്ള് ഗറ് ഗുറ് എല്ലാം പറഞ്ഞു. Okay, first question. Ben Stokes, cricketer. പുള്ളിയുടെ ജന്മസ്ഥലം എവിടെയാണ്? എന്റെ ബസർ അടിഞ്ഞില്ല. രാജ്യം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറയും പുള്ളി ഇംഗ്ലണ്ട് ക്രിക്കറ്റർ അല്ലേ? ഓ, രക്ഷപ്പെട്ടു. ജന്മസ്ഥലം സ്കോട്ട്ലൻഡ്. ന്യൂസിലാൻഡ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ടീ ബ്രേക്ക് എത്ര മിനിറ്റ്സ് ആണ്? പറഞ്ഞു 15 20. അടുത്ത ചോദ്യം. കേസ് കൊടുക്കണം പിള്ളേച്ച ഏത് പടത്തില്? മീശമാധവൻ. ഇതല്ല, ഇതിന്റെ അപ്പുറം കണ്ടവനാണ് ഈ KK ജോസഫ്. ഏത് പടത്തിലാണ്? നമ്മുടെ റൗത്തറൊക്കെയുള്ള പടം എന്താണ്? വിയറ്റ്നാം കോളനി. അടുത്ത ചോദ്യം. കേരളയില് ആകെയുള്ള ഡ്രൈവ് ഇൻ ബീച്ച് എവിടെയാണ്? നമ്മുടെ സ്വന്തം കണ്ണൂർ മുയിപ്പിലങ്ങാട് ബീച്ച്. അയ്യോ, എനിക്കറിയായിരുന്നു. അയ്യോ, എന്റെ നാട്ടിലക്കാര് വേറൊരു നാട്ടുകാരെ വന്നിട്ട് നാണക്കേടാണ്. അയ്യോ, ഞാൻ അതാണ് ഡിലേ ആയിട്ട് അടിച്ചത്. ഇതെങ്കിലും നിങ്ങളൊന്ന് അടിച്ചോട്ടെ വിചാരിച്ചു. ഈ ലോകത്ത് 400 റൺസ് സിംഗിൾ ഇന്നിംഗ്സ് ടെസ്റ്റ് ഇന്നിംഗ്സ് ഈസിലി ഞാൻ ചെയ്യും. കൈ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല. ഇത് കൂട്ടൂലട്ടാ. അങ്ങനെ അത് നിങ്ങൾ തോറ്റ് സാരല്ലേ. അങ്ങോട്ട് എങ്ങനെയുണ്ട് തുറ? സൊറബറിന്റെ എപ്പിസോഡ്സ് ഞാൻ കാണാറുണ്ട്. അപ്പൊ ഞാൻ ഇതിൽ വരും ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ അപ്പോഴാണ് അതിന്റെ മെസ്സേജ് കണ്ടതും ഞാനിങ്ങനെ ഇങ്ങോട്ട് വേറെ പ്രോഗ്രാമായിട്ട് ഇങ്ങോട്ട് വന്നതും ഒക്കെ. ലൈക്ക് നമുക്ക് എന്താ പറയാ, ചില ഇന്റർവ്യൂസ് നമുക്ക് കണ്ടിരിക്കാൻ തോന്നില്ല. അങ്ങനെ ഒരു ഞാൻ കണ്ടിരിക്കുന്ന പ്രോഗ്രാമാണിത്. മാഷാ, ഇന്നത്തെ എക്സ്പീരിയൻസ് അടിപൊളി. അതെല്ലാം നമുക്കറിയണ്ടേ? അതെ, സൂപ്പർ. ലൈവായിട്ട് നിങ്ങൾ അനുഭവിച്ചല്ലോ. ഇതിന്റെ ഭാഗം പറ്റിയില്ല. ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്. വന്നതിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇറ്റ്സ് ആൻ ഓണർ ഫോർ us. ഇനിയും പുതിയ പ്രൊജക്റ്റുകൾ വരട്ടെ, ഉഷാറാവട്ടെ. സീ യു സൂൺ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.